തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും UDF-ഉമായും CPM-ഉമായും ധാരണയിലെത്തി മത മൗലികവാദ സംഘടന SDPI. സ്വന്തം സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെയും CPM-നെയും പിന്തുണയ്ക്കാനാണ് SDPIയുടെ ധാരണ. കോഴിക്കോട് 28 ഡിവിഷനുകളിലാണ് SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും CPM-നെയും പിന്തുണയ്ക്കാനാണ് മതമൗലിക പ്രസ്ഥാനമായ SDPIയുടെ തീരുമാനം. അതിനായി ഇരുവിഭാഗവുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് SDPI നേതൃത്വം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലും UDF-ഉമായും CPM-ഉമായും ചർച്ച നടത്തി ധാരണയിലെത്തിയിരുന്നതായും SDPI വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 28 ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് SDPI പ്രഖ്യാപിച്ചത്. SDPIക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലങ്ങളിലാണ് CPM-ഉം കോൺഗ്രസുമായി ധാരണയിലെത്തുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM-നും UDF-നും പിന്തുണ നൽകിയതുപോലെ ഇനിയങ്ങോട്ട് പിന്നാമ്പുറ രീതിയിൽ മുന്നോട്ടു പോകാതെ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉയർന്നുവരാനാണ് SDPIയുടെ നീക്കം. ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള മതമൗലികവാദികളുടെ പിന്തുണ തേടിയാണ് ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഭാരതത്തെ 2024 ആകുമ്പോഴേക്കും ഇസ്ലാമിക രാജ്യമാക്കണമെന്ന നയം വെച്ചുപുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ എന്ന മുദ്രാവാക്യമുയർന്ന SDPIയോടുമാണ് UDF-ഉം LDF-ഉം കൈകോർക്കുന്നത്. ജനം, കോഴിക്കോട്.